എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ആദ്യമായി പറയാനുള്ളത്, ഡോണ്ട് ബ്ലെയിം ഈച്ച് അതർ. അതിനുള്ള സമയമല്ല ഇപ്പോൾ ഉള്ളത്. പരസ്പരം ചെളിവാരി എറിഞ്ഞ് പ്രതിഷേധമോ അപാകതയോ ചൂണ്ടിക്കാണിക്കേണ്ട സമയമല്ല ഇത്. ഏതൊരു ഭരണകർത്താക്കളും ഭരണം നിർവഹിക്കുമ്പോൾ എത്ര സൂക്ഷിച്ചാലും അവിടെ അപാകതകൾ സംഭവിക്കാം. അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അപാകതകളുടെ തോത് ഒത്തിരി നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഇവിടെ നമ്മുടെ ഈ ഭീകരാക്രമണത്തെക്കുറിച്ച് പറയാനുള്ളത്, ഇനിയെങ്കിലും ഓരോ ടൂറിസ്റ്റ് പോയാൽ തന്നെയും, അല്ലെങ്കിൽ 100 ടൂറിസ്റ്റ് എവിടേക്ക് പോകുന്നു അവിടെ അതിനു മുൻപായി ഉള്ള ഒരു സുരക്ഷിത വലയം നാം ഉണ്ടാക്കിയിരിക്കണം. അതും വളരെ ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഇതിലൂടെ ഒരു വ്യക്തിയുടെയും നമുക്ക് ജീവൻ നഷ്ടപ്പെടില്ല. എവിടെയാണോ ലൂപ്പോൾ ഉണ്ടാകുന്നോ അവിടെ ഈ തീവ്രവാദികൾ നുഴഞ്ഞു കയറും. അവർ നമ്മെക്കാളും ബുദ്ധിശാലികളാണ്. അവർ സ്വയം മരിക്കാൻ ഇറങ്ങി തിരിച്ചവരാണ്. അവർക്ക് ജീവിതമെല്ലാം ത്യജിച്ച് ഉള്ള ഒരു ശൈലിയാണ് അവർ അവലംബിക്കുന്നത്. സോ അവരെ നമ്മുടെ വലയത്തിലാക്കുക എന്നത് നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ പ്ലാനിങ്ങിനെയും ആസ്പദമാക്കിയായിരിക്കും. ഞാൻ ഇതിനു മുമ്പും ഒരു 40 CRP ജവാന്മാർ മരണപ്പെട്ടപ്പോഴും ഞാനിതൊക്കെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. കാരണം സുരക്ഷിതം എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ അത് ഈസിയായി നിർവഹിക്കാം. അത് ഓൺ ടൈമിനായിരിക്കണം. അതിന് ഉള്ള സമയം, സുരക്ഷിതം എന്നുള്ളത് 24 മണിക്കൂറും നമുക്കുണ്ടായിരിക്കണം. ആ ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം. ഇനി നമ്മുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ മോശക്കാരല്ല. മാക്സിമം അവർ വർക്ക് ചെയ്യുന്നുണ്ട്. ഏത് ഭാഗങ്ങളിലാണ് ഇവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരിക്കുന്നോ അവിടങ്ങളിലാണ് കൂടുതൽ ആക്രമണ സാധ്യതകൾ ഉള്ളതെന്ന് മനസ്സിലാക്കുക. ദൂരെ നിന്നും ഒരു കാശ്മീരിലെത്തി കാഴ്ചകൾ കാണാൻ എത്തുന്നവർ, അവർ ആ കാഴ്ചകൾ കാണാൻ പോകുന്ന സ്ഥലം വരെ അവരെത്തും. കാൽനടയായിട്ടോ കുതിരസവാരികളിലോ എങ്ങനെയാണേലും. പക്ഷെ അത് ഒരു തുറന്ന സ്ഥലമാണ്, അവിടെ ഒരു കുഴപ്പങ്ങളും ഉണ്ടാകില്ല എന്നുള്ള തെറ്റിദ്ധാരണയാണ് നമ്മളെപ്പോഴും വലിയ അപകടങ്ങളിൽ കൊണ്ടെത്തിക്കുന്നത്. സോ ഇനിയെങ്കിലും അങ്ങനെയുള്ളൊരു സുരക്ഷാ വലയം തീർത്തതിന് ശേഷം മാത്രം മതി നമ്മുടെ ടൂറിസ്റ്റുകൾക്ക് പ്രവേശിക്കാനുള്ള അനുമതി കൊടുക്കേണ്ടത്. ഇതിലേറ്റവും പ്രധാനമായി നാം കാണേണ്ട ഒരു കാര്യം, ഈ സെക്യൂരിറ്റിയുടെ ഭാഗമായി ഒരിക്കലും അറ്റ്ലീസ്റ്റ് ഒരു 50% സെക്യൂരിറ്റി സർവീസിലുള്ളവർ യൂണിഫോം ഒഴിവാക്കുക. ഒരു ടൂറിസ്റ്റിനെ പോലെ ഒരു മഫ്തി ഡ്രസ്സിൽ തന്നെ ആയിരിക്കും നമ്മുടെ വീക്ഷണം നടത്തേണ്ടത്. ഇതിൽ ഉണ്ടാകുന്ന വലിയൊരു കാര്യം, അവിടെ പട്ടാളക്കാരില്ല, യൂണിഫോം വിട്ടവർ ആരുമില്ല. സുരക്ഷിതമായി നമുക്ക് എന്തും കാണിക്കാമെന്നുള്ള ആ ഒരു പ്ലാനിൽ ഈ തീവ്രവാദികൾ നമ്മുടെ വലയത്തിൽ കടന്നുകൂടും. അനായാസം ഇവരെ നമ്മുടെ വലയത്തിനുള്ളിലാക്കി ഇവരെ നമുക്ക് കീഴ്പ്പെടുത്താനും സാധിക്കും. ഈ തോക്കും ഈ യൂണിഫോം എല്ലാം അതിനുവേണ്ട കാമഫ്ലാഗ് ചെയ്ത് അറിയാത്ത രീതിയിൽ നാം പ്രവർത്തിച്ചാൽ ഇവരെ അനായാസം നമുക്ക് കീഴ്പ്പെടുത്താൻ സാധിക്കും. അവർക്ക് ഭയവും കൂടും. അവരുടെ ഓരോ ചുമടും വളരെ സൂക്ഷ്മതയോടെ അവർ ചെയ്യും. ഇങ്ങനെ നമ്മുടെ സെക്യൂരിറ്റി ഏത് രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്
അവർക്ക് അറിയാത്തിടത്തോളം കാലം അവർ നമ്മുടെ വലയങ്ങളിൽ അനായാസം കുടുങ്ങും. ഇനി മറ്റൊന്ന് പറയാനുള്ളത്, ഒരു ട്രാജഡി, ഒരു അപകടം സംഭവിച്ചാൽ അപ്പോൾ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നായി അതിന് ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തേണ്ട, മറിച്ച് അതിനെ ഒരു രാഷ്ട്രീയമായി മുതലെടുക്കാൻ കാണിക്കാതിരിക്കുക. അത് ഭരണപക്ഷത്തിനും പ്രതിപക്ഷവും വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പല പ്രതിപക്ഷങ്ങളും പറയും ഒരു സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടി, ഒരു ശക്തി തെളിയിക്കാൻ വേണ്ടി ഓരോ പ്ലാനിങ് ചെയ്യുക, ആൾക്കാരെ കൊല്ലുക, കൊല്ലിപ്പിക്കുക, അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി അതിർത്തി കടന്നുപോയി അറ്റാക്ക് ചെയ്ത്, ഇതൊക്കെ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. പക്ഷെ അത് സംസാരിക്കേണ്ട സമയമല്ല നമുക്കിപ്പോഴുള്ളത്. നമ്മൾ പ്രതികരിക്കേണ്ട സമയമാണ്. അതും ഈ പ്രതികരിക്കുന്നത് തന്നെയും വളരെ സ്ലോ ആൻഡ് സ്റ്റഡി മെത്തഡിൽ കൂടെ ആയിരിക്കണം. നമ്മളെങ്ങനെ പ്രതികരിക്കുന്നു, നമ്മളെന്താണ്, എപ്പോഴും ആർക്ക് എന്ത് സംഭവിക്കുക എന്നുള്ളൊരു സസ്പെൻഷൻ ശത്രുക്കളിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. വിചാരിക്കുന്ന അത്ര കണ്ട് അവരുടെ ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കില്ല എന്ന് അവർ മനസ്സിലാക്കിയിരിക്കും. സോ നമ്മുടെ പ്ലാനിങ്ങിനെ ബേസ് ചെയ്തായിരിക്കും അവരെ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. എപ്പോഴും ഏതൊരു വ്യക്തിയും അവൻ്റെ ബുദ്ധിയെ ഷാർപ്പായി ഉപയോഗിക്കുന്നു, അതിൻ്റെ പ്ലാനിങ് ആരാണ് വെൽ പ്ലാൻ ചെയ്തത് അവർ സക്സസ് ആകും, അല്ലാത്തവർ തോൽക്കും. സോ സംഭവിച്ചത് സംഭവിച്ചു. ഇനി ഒരു വ്യക്തി പോലും, നമ്മുടെ ഒരു ഇന്ത്യനും ഒരു ശത്രുവിൻ്റെ തോക്കിന് ഇരയാകാൻ പാടില്ല. സോ എനിക്ക് ഭരണപക്ഷത്തോട് പറയാനുള്ളത്, മാക്സിമം ഏത് ടൂറിസ്റ്റ് എവിടെ സഞ്ചരിച്ചാലും അവിടെ നമ്മുടെ ഒരു നിരീക്ഷണ വലയം ഉണ്ടായിരിക്കണം. ആ നിരീക്ഷണ വലയം ഉണ്ടെന്നുള്ള വസ്തുത ഒരിക്കലും ഈ തീവ്രവാദികൾ അറിയാനും പാടില്ല. ഇല്ലാത്ത രീതിയിലുള്ള ഒരു സംവിധാനം തന്നെയായിരിക്കണം നാം അവിടെ സെറ്റപ്പ് ചെയ്യേണ്ടത്. സോ സംഭവിച്ചു. ഇനി സംഭവിക്കാതിരിക്കാൻ നമ്മൾ മുൻകരുതലുകൾ എടുക്കണം. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾ അനുഭവിക്കുന്ന ആ മാനസിക വേദന അവർ മാത്രമല്ല, ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളും ഇത് ബുദ്ധിമുട്ടുന്നുണ്ട്. ഈ ഒരു ആക്രമണത്തിൽ ആരും സന്തോഷിക്കുന്നവരില്ല. ഇനി മറ്റുള്ളൊരു വസ്തുത കൂടെ പ്രധാനമായി പറയാനുള്ളത്, ഒരിക്കലും നാം അറിയാതെ ആരെയും ബ്ലെയിം ചെയ്യാൻ പോകരുത്. 100% ഈ ഉണ്ടായിട്ടുള്ള ഈ ഭീകരവാദികൾ ചെയ്ത ഈ കുരകളെ ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ അതിനെ സന്തോഷത്തോടെ കാണുകയോ ഉള്ള ആരെങ്കിലും ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നവരിൽ ഉണ്ടായിരിക്കാം. അവരെ കണ്ടെത്തുക അത്ര എളുപ്പവുമല്ല. എന്നാൽ അവരെ കണ്ടെത്തി കഴിഞ്ഞാൽ അവർ അർഹിക്കുന്ന ശിക്ഷ കൊടുക്കുക. തെറ്റ് ചെയ്യുന്നവരെ കണ്ടെത്തുക. നിരപരാധികളെ ഒരു രീതിയിലും നാം ഒന്നിനും ശിക്ഷിക്കപ്പെടരുത്. നമുക്കറിയാം, ഈ ആക്രമണത്തിൽ ആ തോക്ക് വാങ്ങി പ്രതികരിക്കാൻ ശ്രമിച്ച ഒരു കാശ്മീരി നാട്ടുകാരനെയാണ് തീവ്രവാദികൾ കൊന്നുകളഞ്ഞത്. സോ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ ഇവിടെ ഉണ്ട്. അത് ഏത് ന്യൂനപക്ഷത്തിൽപ്പെട്ടവരായിരുന്നാലും ഈ രാജ്യത്ത് ജനിച്ച് രാജ്യത്തിന് വേണ്ടി പലതും ചെയ്ത് ത്യാഗി അനുഭവിച്ചവരുടെ പിൻതലമുറക്കാരാണ് ഇന്നും നമ്മളോടൊപ്പം ജീവിക്കുന്നത്. അവരെ തെറ്റിദ്ധരിക്കാതിരിക്കുക.
തെറ്റ് ചെയ്തവരെ കണ്ടെത്തിയാൽ മാതൃകാപരമായ ശിക്ഷ കൊടുക്കുക. സോ ഈ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ പലരും കമൻസിൽ പലതും ഇടുന്നുണ്ട്. അതിന് നമ്മൾ കാര്യമാക്കേണ്ട, തെറ്റായ രീതിയിൽ വാർത്ത പ്രചരിപ്പിക്കുന്നവരെ ഏത് വില കൊടുത്തും അവരെ കണ്ടെത്തണം, അവരെ മാതൃകാപരമായി ശിക്ഷിക്കണം. ഇത് വളരെ അത്യാവശ്യമായി നാം ചെയ്യേണ്ട കാര്യങ്ങളാണ്. സോ വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു, നമ്മളുടെ ഇനിയുള്ള ഓരോ പ്രവർത്തനവും, നമ്മുടെ ഓരോ കാര്യങ്ങളും ഒരു നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് ഇത് നമ്മൾ സുരക്ഷിതരാക്കാൻ ശ്രമിക്കുക. ഇനി POK പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്നൊരു ഭാഗമുണ്ടല്ലോ. ഇനി ഒരു ഇന്ത്യനും POK എന്ന് ഉച്ചരിക്കാൻ പാടില്ല. പാകിസ്ഥാൻ എന്നുള്ള വാക്കെടുത്ത് കളയണം. നാം എങ്ങനെയാണ് കാശ്മീരിനെ കാണുന്നത് അതുപോലെ തന്നെ ഓക്യുപ്പൈഡ് ഏരിയ നമ്മുടെ രാജ്യമായി തന്നെ കാണണം. ഇനി അതിനെ വെച്ച് ദീർഘിപ്പിക്കേണ്ട കാര്യമില്ല. അത് എന്ത് തന്നെ എങ്ങനെയാണോ ബംഗ്ലാദേശ് നാം സ്വതന്ത്രമാക്കി കൊടുത്ത അതുപോലെ ആ ഭാഗവും നാം സ്വതന്ത്രമാക്കി നമ്മിലേക്ക് ലയിപ്പിക്കണം. അത് എന്ത് തന്നെയായിരുന്നാലും ആ ഒരു സാധനം POK എന്ന നമ്മുടെ ഹൃദയമാണ്, നമ്മുടെ നരമ്പാണെന്നുള്ള ആ പട്ടാള മേധാവി സംസാരിച്ചതിന് ഒരവസാനം കാണണം, അവസാനം കൊടുത്തേ പറ്റൂ. അതിന് എല്ലാവിധ സപ്പോർട്ടും രാജ്യത്തിൽ ഏത് ഭരണകക്ഷിയും പ്രതിപക്ഷവും ചേർന്ന് ഈ പാകിസ്ഥാൻ ഓക്യുപ്പൈ ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളെ നമ്മുടെ രാജ്യത്തിലേക്ക് ചേർക്കുക. ആ പാകിസ്ഥാൻ എന്നുള്ള വാക്ക് ഇനി അവിടെ ഉണ്ടാകാൻ പാടില്ല. അതിന് എന്ത് വില കൊടുത്താലും നാം അത് ചെയ്തിരിക്കണം. അത് നമ്മുടെ സ്ഥലമാണ്, അത് നാം നമ്മളത് എടുത്തിരിക്കണം. അതായിരിക്കണം ഇനി നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യമെന്നൂടെ കാണുക. ഒപ്പം ഒരിക്കൽ കൂടി പറയുന്നു, സ്ലോ ആൻഡ് സ്റ്റഡി. ഈ ഒരു സ്ലോ ആൻഡ് സ്റ്റഡി കൂടി ശത്രുക്കളെ നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റും, അവരെ തോൽപ്പിക്കാൻ പറ്റും. ഈ പാകിസ്ഥാൻ എന്നുള്ളതിന് ഇനി നമുക്ക് ആ പേര് നമ്മൾ ഉച്ചരിക്കാതിരിക്കുക, അതിനെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിൽ തള്ളുക. അവരെന്താണെന്ന് വെച്ചാൽ അവർ ചെയ്യട്ടെ. ഒരിക്കലും അവർക്ക് നമ്മെ തോൽപ്പിക്കാൻ പറ്റില്ല ഒരു രീതിയിലും. ലോകമുള്ളിടത്തോളം കാലം അവർക്ക് അതിനുള്ള ശക്തി ഇപ്പോഴുമില്ല, ഒരിക്കലും ഉണ്ടാകില്ല. അതുകൊണ്ട് പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ എന്നുള്ള വാക്ക് ഇന്നു മുതൽ നമ്മൾ അങ്ങോട്ട് നിർത്തുക. നോ പാകിസ്ഥാൻ, കാശ്മീർ. ഈ ജമ്മു കാശ്മീർ അതും നമ്മുടെ സ്ഥലം തന്നെയാണ്. അത് നമ്മുടെ കൺട്രോളിൽ അത് എത്തിപ്പിടിക്കണം. അത് ഈ ഇപ്പോഴത്തെ ഭരണപക്ഷത്തോട് പറയുകയാണ്, നിങ്ങൾ അതിന് വേണ്ട എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുക. പ്രതിപക്ഷവും തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും. കാണാം വീണ്ടും. ജയ് ഹിന്ദ്.